കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന രാധയ്ക്കിട്ടും വരണിട്ടും നല്ല 8ന്റെ പണി തന്നെ ഗോവിന്ദ് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലം അങ്ങനെ അറക്കൽ വീട് വരച്ചുകൊണ്ടിരുന്ന രാധികാമ്മ വെറും ഒരു പുഴുവിനെ പോലെ അങ്ങനെ അധപ്പതിച്ച് അങ്ങോട്ട് പോവാണ്. ഗോവിന്ദിട്ട് ചവിട്ടി മെതിക്കുന്നുണ്ട് രാധികാമ്മേനെ. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇതുവരെ അറിയത്തില്ലാത്തൊരു രഹസ്യം ഗോവിന്ദൻ ഗീതു അറിയുവാണ്. അപ്പൊ ഒരു സത്യമംഗം മറന്നീക്കി അങ്ങനെ പുറത്തു വരുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോണേ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രഞ്ജുവിന്റെയും ധ്യാന്റെയും വിവാഹമൊക്കെ നടന്നു. പക്ഷെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും ഗീതുവിനും ഈ പറയും വിജയലക്ഷ്മിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയൊരു അപകടത്തിലേക്കാ രഞ്ജു എന്ന് പെട്ടിരിക്കുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ ഒരിക്കലും ഒരു കുടുംബജീവിതം സാധ്യമല്ല. കുടുംബജീവിതത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രഗ്നന്റ് ആവോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രഞ്ജുവിന്റെ ജീവനെ ബാധിക്കും. രഞ്ജു അതോടുകൂടി തീർന്നു പോകത്തുള്ളൂ. അത് നന്നായിട്ട് ഗീതുവിനും ഗോവിന്ദനും എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ഈ കാലം രഞ്ജുവിന് അറിയത്തില്ലോ. പിന്നീട് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം രഞ്ജുവിനെ അകത്തേക്ക് ഡ്രസ്സ് മാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു കൂട്ടിക്കൊണ്ട് പോവാ. ആ സമയത്ത് ധ്യാനിനെ വിളിച്ചുകൊണ്ട് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ധ്യാനാണ് വല്ലാത്ത ടെൻഷൻ. ധ്യാനറിയാം ഗോവിന്ദട്ട് തന്നെ ചീത്ത പറയാനായിട്ടാ കൊണ്ടുപോകണേന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ധ്യാനോട് ചോദിച്ചു, ധ്യാൻ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുക. എന്താ ഗോവിന്ദട്ട് എന്താ ഇങ്ങനെ പറഞ്ഞേ? അല്ല ഒന്നും അറിയത്തില്ലാഞ്ഞിട്ടാണോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇപ്പൊ വിവാഹം വേണ്ടെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ എത്ര ധൃതി പിടിച്ച വിവാഹം നടത്താൻ തീരുമാനിച്ചെന്ന് ചോദിക്കുക. ദേ എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. കാരണം എനിക്ക് വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അവളെ എന്നെ അത്രമാത്രം ഫോഴ്സ് ചെയ്തു. ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും, ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്ന് പറയാണ്. അത് കേട്ടും ഗോവിന്ദ് പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ടാണ് ധ്യാന്. ഒരു വാക്ക് ഞങ്ങളോട് വിളിച്ചൊന്ന് പറയാൻ മേലായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. അവൾ എൻ്റെ അടുത്തൊന്നും മാറിയിട്ട് വേണ്ടേ? അവൾക്കറിയായിരുന്നു ഒരു പക്ഷേ ഗോവിന്ദേണ്ണും ഗീതുവൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന്. എന്തിനേറെ പറയുന്നു, വിജയലക്ഷ്മി അമ്മയോട് പോലും ഈ കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല. അവള് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാ വിജയലക്ഷ്മി അമ്മ അവളുടെ അമ്മ പോലും ഈ കാര്യം അറിഞ്ഞ് അങ്ങോട്ട് വരുന്നെന്ന് പറയണം. കോവെന്ന് പറഞ്ഞ അറിയാലോ, രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. അതെനിക്കറിയാം ഗോവിന്ദേട്ടാ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാശി പിടിച്ചിട്ട് അവള് ഈ കാര്യം അങ്ങനെ സമ്മതിപ്പിച്ചെന്ന് പറയാ. ഒരു കുടുംബജീവിതം അവൾക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം അവളുടെ ഇപ്പൊ ജീവൻ നിലനിന്ന് പോകുന്നത് തന്നെ അത്ര കെയറും കൂടെ ഉള്ള അവള് മെഡിസിനൊക്കെ മുടങ്ങാതെ കഴിച്ച് മുന്നോട്ട് പോകുന്നോണ്ട് മാത്രം. പക്ഷേങ്കിൽ നാളെ ഒരു പക്ഷെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എന്ന് പറയണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കിനി അതല്ലേ പറ്റുള്ളൂ. ഒരിക്കലും എന്റെ രഞ്ജുവിനെ ഞാൻ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് ഗോവന്നേണ്ട് തോന്നുന്നുണ്ടെന്ന് ചോദിക്കാം. അതില്ല, പക്ഷേങ്കിൽ ഒരു വാക്കെങ്കിലും പറയുമായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും കാരണം പറഞ്ഞത് മുടക്കിയാൻ. ഇനിയിപ്പം അവളുടെ മനസ്സിനെ മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു 3-4 മാസം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ മാറി നിൽക്കാൻ പറയണം. അത് കേട്ടും ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു 3-4 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, എത്ര കാലം വേണം ഞാൻ അവൾക്ക് വേണ്ടി മാറി നിൽക്കാം. അവൾ അത്രയും കാലം സന്തോഷത്തോടുകൂടി ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ അത് അവൾ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കാരണവശാലും അതിന് സമ്മതിക്കത്തില്ല. അവൾക്ക് എന്തോ മാനസികമായിട്ട് വല്ലാത്ത ടെൻഷനുണ്ട്. അറയ്ക്കൽ കുടുംബത്തിൽ നിൽക്കാനായിട്ട് അവൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. കാരണം ആ വീട്ടിലുള്ളവരെ അവൾ ആ ഒരു വേറെ കണ്ണും കൊണ്ട് കണ്ടു, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ അവൾ എന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞേ. അല്ല, അതിന് കാരണം എന്തെങ്കിലും പറഞ്ഞോ രഞ്ജുവിന് ചോദിക്കാം. കാരണമൊന്നും പറഞ്ഞില്ല, അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണേ. എന്തൊക്കെയോ പ്രശ്നം അവിടെ ഉണ്ടെന്ന് തോന്നും, അതുകൊണ്ടാന്ന് പറയണേ. എത്ര ആലോചിച്ചിട്ടും ഗോവിന്ദന്റെ കാര്യം മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് രഞ്ജു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? പിന്നീട് ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലൊരു കുടുംബജീവിതം പാടില്ലെന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം. ഞാൻ എന്തായാലും റീസൺ പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒഴിവായിക്കോളാം എന്നൊക്കെ പറയണം. അങ്ങനെ ഒരു വിധത്തില് ഞാനെയൊക്കെ പറഞ്ഞ് മനസ്സിലാകത്തേക്ക് കൊണ്ടില്ലാണ്. ഈ സമയത്ത് രഞ്ജു പറഞ്ഞു, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കല്യാണം നടന്നത് എന്ന് ഗീതുവിനോട് പറയാ. ഗീത പറഞ്ഞു, ഇത്ര ധൃതി പിടിച്ച് നടത്തേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഗോവിന്ദന്റെ അമ്മയുടെയൊക്കെ ആഗ്രഹമായിരുന്നു നല്ല രീതിയിൽ തന്നെ ആർഭാടമായിട്ട് നടത്തണം എന്നുള്ളത്. അതിന് കുറച്ച് സമയോട് വെയിറ്റ് ചെയ്യായിരുന്നു പറയാ. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എത്ര വലിയ ആർഭാടമായിട്ടും നടത്തിയാലും അല്ലെങ്കിൽ ആർഭാടം ഇല്ലാതെ നടത്തിയാലും ഞാൻ ധ്യാനമല്ലേ ജീവിക്കാൻ പോകുന്നേ. ധ്യാൻ എന്താണെങ്കിലും വലിയ ആർഭാടമായിട്ട് നടത്തുന്ന താല്പര്യമില്ല. ഈ പറയുന്ന എനിക്കും അങ്ങനെ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് എന്താ, ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാ. ഇനിയിപ്പോൾ എന്തായാലും അറക്കൽ വീട്ടിൽ വന്ന് താമസിക്കണ്ടല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഉണ്ടായല്ലോ എന്ന് പറയാണ്. ഇനിയിപ്പം ഗീതന് സന്തോഷമായില്ലേ. ഇനിയിപ്പോൾ അമ്മ എവിടെയായാലും വല്ല കച്ചേരിക്കൊക്കെ പോകുന്ന സമയത്ത് എന്നോടൊപ്പം ധ്യാനം ഉണ്ടാവുമല്ലോ, ഞാൻ ഒറ്റയ്ക്കാവില്ലല്ലോ. എത്രയോ കാലത്തെ ആഗ്രഹമാണെന്നറിയാവോ.
ഗീതുവിന് മനസ്സിലായി. കാരണം രഞ്ജു എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. എത്രയോ കാലത്തെ ആഗ്രഹം രഞ്ജുവിനെ സഹായിച്ചിരിക്കുന്നത്. രഞ്ജു ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ നടത്താന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോന്നിട്ട് കുറെ നാളായി. പക്ഷേങ്കിൽ ഇതുവരെ ആയിട്ടും അവരെ തമ്മിൽ അവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ല. അതിന്റെ ഒരു നീരസം രഞ്ജുവിന്റെ മനസ്സിലുണ്ടായിരുന്നു താൻ. പിന്നീട് ഡ്രസ്സൊക്കെ മാറി അവരങ്ങോട്ട് വരുവാണ്. ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോളം പറയുന്നു, ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയാണ്. ധ്യാനം പറഞ്ഞു, അല്ല അത് പിന്നെ ആന്റി ഞാൻ പോയിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറയണം. ഇത് കേട്ടോ രഞ്ജു പറഞ്ഞു, എങ്ങോട്ട് പോകാനായിട്ട്? അല്ല എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും എടുക്കണ്ട. അതെ വണ്ടിക്കകത്തിരിക്കുന്ന കുറച്ചുണ്ട്, അത് മതിയെന്ന് പറയാണ്. ഇപ്പോൾ ഒരിടത്തേക്കും പോകണ്ട. ധ്യാൻ എന്താ ഇങ്ങനെ പറയണേ? നമ്മുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം ഓർമ്മയില്ലെന്ന് ചോദിക്കുകയാണ്. ധ്യാനിന് അവിടുന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം താൻ അവിടെ ഉണ്ടെങ്കിൽ ശരിയാകത്തില്ല. രഞ്ജു തന്നോട് കൂടുതൽ അടുക്കാണ്ട് ശ്രമിക്കും. പ്രത്യേകിച്ച് കല്യാണം കൂടെ കഴിഞ്ഞാണല്ലോ. തനിക്കൊന്നും പറയാനും നോ പറയാനും പറ്റത്തില്ല. അപ്പൊ ആ ഒരു വിഷമം ധ്യാനിന്റെ മനസ്സിലുണ്ടായിരുന്നു. വിജയലക്ഷ്മിക്ക് ബാക്കി എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു. പക്ഷെ രഞ്ജുവിന് മാത്രം അത് അറിയത്തില്ലോ. പിന്നീട് വിജയലക്ഷ്മി ഗീതുവിനെ നോക്കുകയാണ്. ഗീതു പിന്നീട് പറഞ്ഞു, ഇനിയിപ്പം ധ്യാൻ ആ ഡ്രസ്സൊക്കെ മതി, ഇനിയിപ്പോൾ വേണമെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ പോയി എടുത്താൽ മതി എന്ന് പറയാണ്. ഗീതുവിന് മനസ്സിലായി ഇനി പറഞ്ഞാലൊന്നും രഞ്ജു സമ്മതിക്കില്ല എന്നുള്ള കാര്യം. ധ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കൂടെ രഞ്ജു പോകാനായിട്ട് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പിന്നീട് കുറച്ച് സമയം കൂടെ അവിടെ നിന്ന് സംസാരിച്ചിട്ടാണ് ഗീതവും ഗോതും കൂടെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഗീതു വിജയലക്ഷ്മിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ രഞ്ജുവിനെ നോക്കണം, അറിയാലോ അമ്മയ്ക്ക്. എനിക്കറിയാം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ. ഞാൻ ആകെപ്പാടൊരു പത്മവ്യൂഹത്തിൽപ്പെട്ടൊരവസ്ഥയാണ്. എങ്ങനെ മുന്നോട്ട് പോകുന്നു പോലും അറിയില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, സംഭവിക്കാനുള്ള എപ്പോഴാണല്ലോ സംഭവിക്കും. നമ്മൾ ഇത്ര കരുതലോടെ നോക്കിയിട്ട് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം തീരുമാനിക്കട്ടെ എന്താ സംഭവിക്കേണ്ടതെന്ന്. നമ്മളെ കൊണ്ട് പറ്റുന്നതിനപ്പുറം ദൈവത്തിന്റെ മനസ്സിൽ ഒരു ഇത് കാര്യമില്ലേ. ദൈവമായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആയുസൊക്കെയാണ്, അത് ദൈവം തന്നെ തീരുമാനിക്കണം എന്ന് പറയാം. അത് ശരിയാ, ഞാനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അമ്മ സങ്കടപ്പെണ്ട, കരയണ്ട, രഞ്ജുവിന് ആപത്തൊന്നും വരത്തില്ലാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിനെ ആശ്വസിപ്പിച്ചിട്ടാണ് ഗീതവും ഗോവിന്ദനോട് പോരുന്നത്. പോരുന്ന സമയത്ത് ഗോവിന്ദനും വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിത്തീരും എന്തായിത്തീരും എന്ന് അറിയത്തില്ല. ഈ സമയം ഗീത പറഞ്ഞു, എന്തോ വീട്ടിൽ അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് രഞ്ജു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇടപെടിയുന്ന ഒരു രജിസ്റ്റർമാരി ചെയ്യണമെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടോ ഗോവിന്ദ പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷെ കാര്യം എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയണം. മിക്കവാറും രാധികാമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. അതായിരിക്കും രഞ്ജു ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ കാരണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയണം. പിന്നീട് ഗീതവും ഗോവിന്ദും കൂടെ വീട്ടിലേക്ക് വരിക. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ വരുൺ രാധികാമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കയറി വരുന്ന കണ്ടപ്പോഴത്തേനും രാധികാമ്മയോട് വരും പറഞ്ഞു, ദൈവമ്മ വരുന്നുണ്ട്, രണ്ടുപേരും കൂടെ വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മ ചോദിച്ചു, അല്ല ഗോവിന്ദേ, നീ ഇവളെയും കൊണ്ട് ഇത് എങ്ങോട്ട് പോയതെന്ന് നിൽക്കുക? അമ്മ അങ്ങനെ ചോദിക്കുന്നേ? അല്ല, ഇവളുടെ പേരിൽ ഇപ്പൊ ഓൾറെഡി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ തുടങ്ങിയെന്ന് പറയും. എന്തിന്? അല്ല, കിഷോറിന്റെ മരണമേ കാരണം കാമുകനെ കൊന്നു തള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ ന്യൂസുകാരൊക്കെ എഴുതി വിടുന്നത്. തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടൻ വരും പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ ഇവളെ പോലെ ഉള്ളവരത്തേക്ക് നാണമുണ്ടോ? ഇവളൊക്കെ ചെയ്യുന്ന പരിപാടിയാണോ അത്? എന്ത് പരിപാടി ഇവളെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ? മനുഷ്യനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അമ്മയെ പോലെ തന്നെ എനിക്കെന്ന് പറയാണ്. ഗോവിന്ദന്റെ നാണക്കേടില്ലായിരിക്കും, പക്ഷെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ അതല്ല, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു, അല്ല നിനക്ക് അത്രമാത്രം നാണക്കേടാണെങ്കിൽ നീ പുറത്തിറങ്ങേണ്ട വരണേന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രാധികാമ്മ വരണമെന്ന് പരസ്പരം നോക്കുക. വരും പറഞ്ഞു, എന്നാലും ഇവൾ ഇത്രയ്ക്ക് ക്രൂരതയെന്ന് നമ്മളാരും കരുതിയോ? നാളെ മിക്കവാറും നമ്മളൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്തായിരിക്കും മിക്കവാറും ഇവൾ നമ്മുടെ കഴുത്ത് കണ്ടിക്കണേന്ന് പറയാണ്. ഗീത പറഞ്ഞേ, അനാവശ്യം പറയരുത് കേട്ടോന്ന് പറയണം. അനാവശ്യമല്ല, ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു കൂസലില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ അമ്മേ? ഇതേ അമ്മയും ഗോവിന്ദാണ്ടും ഇല്ലതല്ല അനുവദിച്ചു കൊടുത്തിട്ടാ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ അറിഞ്ഞപ്പോ ഈ വീട്ടിൽ നിന്ന് പണ്ടേ അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ടും രാധികാൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. നാണമില്ലാത്തോള് കയറി വന്നിരിക്കുന്നു ഗോവിന്ദാണ്ടും ജീവിതം കൂടെ കളയാന് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ എന്തിയോട് ഒരു മോശമായിട്ടൊരു വാക്കങ്ങ് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞാലും ഗീത നല്ല ദേഷ്യം വന്നു. ഗീത പറഞ്ഞു, നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പെട്ടെന്ന് ഗോവിന്ദനോട്, ശരി അപ്പം ഞാനിവിടെ ആരുമല്ലല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂല്ലോ. കാരണം മാധവ് അവിടെ ഉണ്ട്, കുഞ്ഞു മാധവന്റെ കാര്യം. കാരണം ഗീത പോയിട്ടുണ്ടെങ്കിൽ മാധവന്റെ കാര്യം കട്ടപ്പുകയാവും. അത് ഗോവിന്ദന് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല ഇവർ തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണ് എന്നുള്ള കാര്യം രാധികാമ്മയ്ക്കും വരുണും അറിയത്തില്ലല്ലോ. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ഗോവിന്ദ പറഞ്ഞു, നീ എന്ത് പരിപാടിയാ വരുണെ കാണിച്ചെന്ന് ചോദിക്കുക. എന്താ? അല്ല നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ഗീതുവിനോട്. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? നീ പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ലെന്ന് ചോദിക്കുകയാണ്. പിന്നെ
അവളെപ്പോലെ ഒരു ഫ്രോഡിനെ എന്തിനാ ഗോവിന്ദേട്ടൻ സഹിക്കുന്നേ? അവളെ പണ്ടേ ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു. കാമുകന്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് അവസാനം കാമുകനെ കൊന്നിട്ട് വന്നിരിക്കുന്നു എന്ന് പറയാണ്. പറഞ്ഞു തീരുവല്ല, ഒറ്റ ഒരെണ്ണം ആ കാരണം തീർത്ത് ഗോവിന്ദൻ കൂടെ കൊടുത്തു. നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നവളെ അപമാനിക്കാൻ നിനക്ക് എന്താ അധികാരം എന്ന് ചോദിക്കുക. അകത്തേക്ക് കയറിപ്പോയ ഗീതു അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് രേഖ അങ്ങോട്ട് ഇറങ്ങി വന്നു. രേഖയും കണ്ടത് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചിരിക്കുകയാണ്. പെട്ടെന്ന് രാധികാമയൊന്നും ഞെട്ടി. വരുണാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു അവസ്ഥ വരുണ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. രാധികാമ എടുത്ത് എന്നിട്ട് ഗോവിന്ദ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇതേ ഇങ്ങനെ ഈ കുടുംബത്തിലേക്ക് വരുന്ന ആരെ അഭിമാനിക്കില്ല. ഞാനായിട്ട് വിളിച്ചു വരുത്തിയത് അവളെ. കാരണം കുഞ്ഞിനെ നോക്കാനായിട്ട് നിങ്ങൾക്കാർക്കും പറ്റില്ലായിരുന്നല്ലോ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവളെ ഇങ്ങനെ ചീത്തയൊക്കെ പറയണമെന്ന് ചോദിക്കുക. രാധിക പറഞ്ഞു, അല്ല പിന്നെ അത് മോനെ കണ്ണാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഇനി മേലാല് ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ടാക്കില്ല. വരുൺ എന്തേലും പറഞ്ഞാൽ പോലും വരുണിനെ പറഞ്ഞു തിരുത്തേണ്ട ആളാരാ? രാധികാമയാ. അത് മറക്കരുതെന്ന് പറയണം. ഇത് കേട്ടൻ രാധിക പറഞ്ഞു, അല്ല പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാ. ഗീതവും രേഖയും അവിടെ നിന്ന് ചിരിക്കുവാണ്. പിന്നീട് രേഖ പറഞ്ഞു, കിട്ടേണ്ടതായിരുന്നു ഇത് പണ്ടേ ഗോവിന്ദേട്ടൻ കൊടുക്കുമായിരുന്നു. പണ്ടേ വരുണേട്ടൻ രക്ഷപ്പെട്ട് പോയാനും. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, കൊടുക്കേണ്ട വരുണിന്റെ കവളത്ത് മാത്രമല്ല, ആ രാധികാമ്മയുടെ കവളത്തും കൂടി ഒരെണ്ണം കൊടുക്കണമായിരുന്നു. എങ്കില് അവര് പണ്ടേ നന്നായി പോയെന്ന് പറയാം. ഇപ്പോഴാണ് ഗോവിന്ദേട്ടൻ ബുദ്ധി വെച്ചേ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ഗീത എന്നിട്ട് പറഞ്ഞു, കൺഗ്രാസ് എന്ന് പറയാണ്. എന്തിന്? അല്ല ഇപ്പോഴാണ് ശരിക്കും അറക്കൽ വീട്ടിലെ ഗോവിന്ദമാധവനായെന്ന് പറയാം. അതെന്താ എത്ര നാൾ ഞാൻ അതല്ലായിരുന്നു ചോദിക്കുക. അല്ല വരുണിന്റെ കവളത്ത് നേരത്തെ അടി കൊടുക്കുമായിരുന്നെങ്കിൽ നേരത്തെ അങ്ങേര് നന്നായി പോയെന്ന് പറയാ. ഓഹോ, അപ്പൊ ഞാൻ അടിക്കാത്തതിന്റെ കുഴപ്പമായിരുന്നോ? അതെ, അടിക്കാത്തതിന്റെ കുഴപ്പമായിരുന്നു. വേറെ പലർക്കൂടെ ഒരു അടി കിട്ടേണ്ട കുഴപ്പമുണ്ടായിരുന്നു പറയാം ഇവിടെ. ആ രാധികാമ്മയ്ക്കൂടെ അവരെല്ലാരും കൂടെ ചേർന്നിട്ടാ ഇത്ര മാത്രം ഈ പ്രശ്നങ്ങൾ ഓരോന്ന് വഷളായിക്കൊണ്ടിരുന്നേ. ഇത്ര കാലമായിട്ട് ഗോവിന്ദൻ അത് മനസ്സിലായില്ലോ. ഇപ്പൊ മനസ്സിലായി വരുന്നില്ലേ ഓരോരുത്തരുടെ കുരുപ്പ് തരം കുന്നായ്മ തരം എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടാൻ ഗോവിന്ദന്റെ കണ്ണറിഞ്ഞു. ഗോവിന്ദ് പറഞ്ഞു, നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ലോ ഗീത ഓരോരുത്തർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നേ. നമ്മളെ സ്നേഹിക്കുവാന്ന് മനസ്സിലായിക്കൊണ്ടല്ലേ കപട സ്നേഹമാണെന്ന് അറിയാനായിട്ട് വൈകിയെന്ന് പറയാണ്. സാരമില്ല, ഞാനും വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഗീതു ഗോവിന്ദനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം പ്രിയക്ക് നല്ല കുറവുണ്ടായിരുന്നു, ഭേദപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രിയനെ പതുക്കെ ഹാളിലേക്ക് കൊണ്ടിരുത്താൻ തുടങ്ങി. പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയായിരുന്നു പ്രിയക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം ഗീത ഒരാളുള്ളതുകൊണ്ട് മാത്രമാണ് പ്രിയ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്നുള്ള കാര്യം പ്രിയയ്ക്കും അറിയാം, ഗോവിന്ദനും എല്ലാവർക്കും അറിയാം. ഗീത അത്ര കെയറിങ്ങോട് കൂടിയിട്ടാണ് പ്രിയാനെ നോക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ. പക്ഷെങ്കിൽ അങ്ങനെ സമയത്തും ഭദ്രൻ എവിടെ പോയെന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നെ വിലാസിനെ ആണെങ്കിലും വിനോദാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഗീതോണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ആയിട്ടും അതിനൊരു ഉത്തരം കിട്ടിയില്ല എന്നൊക്കെയാണ് അവർ പോലീസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആ തള്ളിക്കളയാ. കാരണം എന്ത് ചെയ്യാൻ പറ്റും, എവിടെ പോയി അന്വേഷിക്കാൻ പറ്റും? ആ മൊബൈല് അവിടെ കിടപ്പുണ്ടായിരുന്നു അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ. പക്ഷെ മൊബൈലിനെ കുറിച്ചൊരു വിവരം ഇതുവരെയായിട്ടും കിട്ടിയിട്ടുമില്ല. അപ്പൊ അതിന്റെ ഒരു ടെൻഷനുണ്ട് ഗീതുവിന്റെ ഉള്ളിൽ. അച്ഛന്റെ ഫോണാണ് അവിടെ കിടന്നിരുന്നെങ്കിൽ അച്ഛൻ പിന്നെ എവിടെ പോയി എങ്ങോട്ട് പോയി എന്നൊരു ചിന്തയും കൂടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഒരു ദിവസം ഗീതു ഗോവിന്ദനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ദിവസം അവിടെ പോയി നോക്കിയാലോ, ഒന്നുകൂടെ അവിടെ പോയി നോക്കാന്ന് പറയാണ്. ഒരു പക്ഷെ നമ്മൾ അറിയത്തില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലോ നമുക്ക് അവിടെ പോയി ഒന്നുകൂടെ നോക്കാന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഗീതു ഗോവിന്ദും കൂടെ അവിടെ വീണ്ടും ആ വെമ്പാലമുക്കുള്ള വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെയൊക്കെ ഇങ്ങനെ അരിച്ചു പെറുക്കി നോക്കുവാണ്. അങ്ങനെ നോക്കണ സമയത്താണ് അവിടെ കിടന്നൊരു ഇൻഹേലർ കിട്ടുന്നത്. പെട്ടെന്ന് ഗീതു ഇങ്ങനെ ഇൻഹേലർ എടുക്കുവാണ്. ഇൻഹേലർ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഓർത്ത് ഇൻഹേലർ ആരുടെ ആയിരിക്കും, ഒരു ഐഡിയയും കിട്ടുന്നില്ല. മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു രൂപം കയറി വരുവാണ്. അജാസിന്റെ ആണോ ഇൻഹേലർ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തോ എവിടെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളോ ഉള്ള പോലെ ഗീതുവിന് തോന്നുവാണ്. ഗീതു നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, ഗോവിന്ദേട്ടാ ഇത് കണ്ടോ, ഇൻഹേലർ കണ്ടോന്ന് ചോദിക്കുകയാണ്. അന്ന് അജാസിന് നമ്മുടെ കാറി വെച്ച വിഷപ്പൊക്കെ ഏറ്റ സമയത്ത് അജാസിന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അജാസിന് ഇൻഹേലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാണോ ഇതെന്നൊരു ടെൻഷൻ ഉണ്ടാവണം. അപ്പോഴാണ് ഗോവിന്ദു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ഇൻഹേലർ ഇവിടെ വരണമെങ്കിൽ അജാസ് ഇവിടെ വന്നുകൊണ്ടായിരിക്കില്ലേ, അതോ ഇനിയിപ്പോൾ എങ്ങനെ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അജാസിനെ കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അജാസിന് കിഷോറിന്റെയും മരണോ അല്ലെങ്കിൽ ആ വെമ്പാലമുക്കിലെ ആ വീടോ അവിടെ ആ ബോഡി കുടിച്ചവരും നമ്മൾ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഗീതുവിനും ഗോവിന്ദനും മനസ്സിലാവുകയാണ്. അങ്ങനെ അജാസ് ഇവരുടെ ഒന്നാമത്തെ ലിസ്റ്റിലേക്ക് വരുവാണ് ഇവിടെ നോട്ടപ്പുള്ളിയായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത്. ഇനിയിപ്പോ അജാസ് ആണോ കൊണ്ട് ബോഡി കുടിച്ചിട്ടാന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അജാസ് ആയിരിക്കാം, അല്ലെങ്കിൽ അജാസിനെ ആ ഭദ്രനും തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്തോ ഒരു കണ്ണി അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാ,
എന്തായാലും അവസാനം സത്യങ്ങളൊക്കെ പുറത്തു വരും അധികം വൈകാതെ തന്നെ. ഭദ്രൻ എവിടെ പോയി, ഭദ്രൻ എന്ത് സംഭവിച്ചെന്നൊക്കെയുള്ള അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.